നമസ്കാരം. നമസ്കാരം. നീ കണ്ണൂരിന്നാണ് മാഡം? ഓക്കെ. മാഡത്തിന്റെ ഒരു ആരാധകനാണ് ഞാൻ. എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഓക്കെ. പിന്നെ ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാല് ഞങ്ങളോട് പറയാന്ന് വെച്ചാല് ഈ നമ്മള് ഈ പ്രതികരിക്കുന്നില്ല ഇങ്ങനെ ഈ പിന്നെ ഓരോ പ്രതികേട്ടന്മാരോട് ഈ നമ്മള് പിന്നെ ഈ ഇതിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ അവന്മാര് നമ്മൾ നന്നാക്കാൻ പോയാൽ അവരൊരിക്കലും കൂടുതലായി വരികയുള്ളൂ. നമ്മൾ അവരെ മൈൻഡ് ആക്കാണെന്ന് പിന്നെ അവര് നമ്മളൊക്കെ കാണൂല, നമ്മളെ നോക്കില്ല, നമ്മളെ തിരിഞ്ഞു നോക്കില്ല. അവരവരെ പാട്ടിനങ്ങ് പോയിക്കോളും. മേഡം എന്തിനാ അവരെ എങ്ങനെ അറിയാം. പക്ഷെ ഞാൻ ഈ പ്രതികരിച്ചത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത്. അത് നേരിട്ട്. പക്ഷെ എന്നറിയാ സോഷ്യൽ മീഡിയയിൽ മാഡം ചേട്ടൻ ഇപ്പൊ പറഞ്ഞു, ചേട്ടൻ ഇപ്പൊ കണ്ണൂരാണെന്ന് പറഞ്ഞു. ഇപ്പൊ എന്നെ തെറി വിളിച്ചു നിൽക്ക, ഞാൻ ഏട്ടെന്ന് വെച്ച് ചേട്ടനെയും തപ്പിപ്പോവാനാ. അതേപോലെയാണ് സോഷ്യൽ മീഡിയ കമന്റ് ഇടുന്ന ആൾക്കാര്. പക്ഷെ തൊട്ട അയൽവക്കത്തുള്ള ഒരുത്തന് ഇതേപോലുള്ള ഒരു തോന്നിവാസം പറയുമ്പോ നമ്മൾ അതിന് പ്രതികരിക്കണ്ടേ? ശരിയാണ്, പ്രതികരിച്ച് പോവും. പക്ഷെ അത് നമ്മള് അവരോട് പ്രതികരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ആകുമ്പോൾ നമുക്കൊരു ബാഡ് ഇംപ്രഷൻ. അവരെ പോലെ തന്നെ അവര് വൃത്തികെട്ടന്മാരാണ്. അവരെ നോക്കണ്ട, നമ്മളെ വിട്ടേക്ക്. അവരെ നന്നാക്കാൻ ഈ ലോകത്തിൽ ഒരാൾക്കും പടച്ചാനും ആവൂല. അല്ല, എനിക്ക് കണ്ണൂർക്കാരനാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അറിയാലോ, മുത്തപ്പന്റെ അമ്പലത്തിൽ പോകുന്ന ഒരു വ്യക്തി ആയിരിക്കല്ലോ. ഒറ്റ ദിവസം കൊണ്ട് മുത്തപ്പന്റെ ഫാനായ ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് പെട്ടെന്ന് മുത്തപ്പനെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഹേർട്ടായി പോയി. അതാ ഞാൻ അതൊക്കെ വിട്ട് അവന്മാര് ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരാ. ഏത് സോഷ്യൽ മീഡിയ പിന്നെ തെറി പറയാനും മറ്റുള്ള അത് അവരെ സംസ്കാരം. അവരെയൊന്നും ഒരിക്കലും നമുക്ക് തിരുത്താൻ പറ്റില്ല. അവര് പുറകെ പോയിട്ട് അവരെ ചീത്ത വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അവരെ പോലെ ആയിരിക്കും. അത് ശരിയാണ്. പക്ഷെ ഇത് അത്രമേൽ സഹിച്ചിട്ടുണ്ട്. പോരാതെ എന്റെ ഹസ്ബൻഡിന്റെ സുഹൃത്തും കൂടിയാണ് അയാൾ. ആണോ? ഹസ്ബൻഡിന്റെ സുഹൃത്ത്. അത് കുറെ കാലമായി ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നത്, നാട്ടിൽ വന്നിട്ട് എനിക്ക് ഒരാളെടുത്ത് കാണണം എന്നൊക്കെ. അപ്പൊ എന്നോട് ഇങ്ങനെ സംസാരിക്കാറില്ല, അങ്ങനെയൊന്നും പറയുന്നൊരു വ്യക്തിയല്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുവൊക്കെ ആരാന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, അത് നീ അറിയണ്ട, ഞാൻ ഡീൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവന്റെ ഫോട്ടോ വെച്ച് ഞാൻ പ്രതികരിച്ച സമയത്താണ് പറഞ്ഞത്, എടോ ഇത് ഇവൻ കണ്ണൂരുള്ളതാണ്, ഞാൻ ഇവനെ പറ്റിയാ പറഞ്ഞത്, ഇവൻ എൻ്റെ ഫ്രണ്ടാണ്, നിരന്തരം ഇത് എന്നോടുള്ള ദേഷ്യമല്ല, ഹസ്ബൻഡിനോടുള്ള ദേഷ്യമാണ് എന്നെ സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിക്കുന്നത്. അപ്പൊ അപ്പം പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരുപാട് പിന്നെ മെസ്സേജ് വരുമ്പോ നല്ലത് വരുമ്പോ പിന്നെ അത് മുങ്ങിപ്പോകും. അത് നമ്മൾ കാണില്ല. എനിക്ക് ഞാൻ എന്തൊരു എന്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് തോന്നിയപ്പോൾ എന്നെ കുറിച്ച് ഒരാളും നല്ലത് എഴുതിയിടൂല, എനിക്കറിയാവുന്നതാണ്. എന്നിട്ട് ഞാനത് പ്രതികരിക്കാൻ പോയത് എൻ്റെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ്. ഇന്നലെ എൻ്റെ മോനൊരു വീഡിയോ ചെയ്തിട്ട് ഫുള്ള് നെഗറ്റീവായിട്ടാണ് എല്ലാവരും അതിന് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ കുട്ടി അത്രയും പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ കുട്ടി അത്രയും അനുഭവിച്ചിട്ടുണ്ടാവും. പിന്നെ വേറെ വീഡിയോസ് ഇട്ട് കൊടുക്കുക. ഇവന്മാർ ഇതിനായിട്ട് എത്തുമ്പോ പിന്നെ പ്രതികരിച്ചവരുണ്ടല്ലോ, പ്രതികരിച്ച പറയും ശരി നമ്മളതിന് പ്രതികരിച്ചു എന്നുള്ളത് അവരൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്ന ടീമാണ്. ഇതൊക്കെ നമ്മള് നല്ലത് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് അങ്ങ് കളയാം. അത് പ്രതികരിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നമ്മളെ പോകും ഒരുത്തനോട് പ്രതികരിച്ചാലും. കാരണം പിന്നെ നമ്മുടെ മൂഡ് ഓഫ് ആവും. പിന്നെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ അത് വേറെ വിഷയത്തിലേക്ക് പോകും. പിന്നെ നമ്മൾ അന്നത്തെ ദിവസം പോയി എന്തിനാ വെറുതെ നമ്മൾ നല്ലത് മാത്രം പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് എടുക്കുക. നമ്മള് വേറൊരാളെ പിന്നെ നെഗറ്റീവ് നല്ലത് എത്ര ആൾക്കാർ നല്ല പറയുന്നുണ്ട്. ഈ 100 ആളില് ഒരാളാണ് മോശമായിട്ട് പ്രതികരിക്കുക. വേറൊരു കാര്യമുണ്ട്, ആരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. എല്ലാരും പറയുന്നത് എനിക്ക് നെഗറ്റീവാ വരുന്നത്. ഒരു 1000 ആൾക്കാർ കാണുന്ന വീഡിയോസിൽ ഒരു 10 കമന്റ് ഇടുന്നുണ്ടെങ്കിൽ 25 ലൈക്ക്. ഒന്നാമത്തേല് ഞാൻ ശ്രദ്ധിച്ചു, കൂടുതലും ഈ മുസ്ലിംസ് ആണ് പിന്നെ ഇതിന്റെ അകത്ത് തെറിവിളിയും കാര്യങ്ങളും നടത്തുന്നത്. അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് എന്നുള്ളത്. അത് വിട്ടെ, അത് നമുക്ക് പിന്നെ മൈൻഡ് ആക്കാണ്ട് പിന്നെ നമ്മള് ഒരു വീഡിയോ എന്തെങ്കിലും മെയിനായിട്ട് വരുമ്പോ അടുത്ത വീഡിയോ അതുപോലെ തന്നെ വേറൊരു വീഡിയോ അങ്ങോട്ട് എടുക്കുക. അതൊക്കെ ശരിയായിക്കോളും മേഡം, ഒന്നും പേടിക്കണ്ട. ഫുൾ സപ്പോർട്ട് ഉണ്ട്, നമ്മള് കണ്ണൂക്കാരും. ഓക്കെ. ഇപ്പൊ നല്ല നല്ല വീഡിയോകൾ ചെയ്യുക. കൃഷ്ണന്റെ ഫോട്ടോ വരക്കുക, മുത്തപ്പന്റെ വരക്കുക. മുത്തപ്പനെ വരച്ചു വെക്കണം എനിക്കൊരു ആഗ്രഹമുണ്ട്. നന്നായി വരും. താങ്ക് യു, പരിചയപ്പെട്ടതിൽ സന്തോഷം. ഓക്കെ ഏട്ടാ.